ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ, റവ വെച്ചുണ്ടാക്കിയത്. ഇതെൻ്റെ മദറിലോട് റെസിപ്പിയാണ്. മദറിലോട് ഫ്രണ്ടോ മറ്റോ പഠിപ്പിച്ചു കൊടുത്ത റെസിപ്പിയാണെന്ന് പറയുന്നത്. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് റവയാണ് വേണ്ടുന്നത്. ഇവിടെ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വറുത്തെടുക്കുക, ഒത്തിരിയും കരിക്കാതെ നല്ല വറുത്തെടുക്കുക കേട്ടോ. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് റെസിപ്പിയാണേ. അതായത് ഒരു ഫേവറേറ്റ് സ്നാക്കാണ് കേട്ടോ. ഇത് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ നല്ല പരിഹാരമാണ് കേട്ടോ. ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിൽ, അതായത് നമ്മൾ 2 കപ്പ് റവയല്ലേ എടുത്തേക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കുക. 4 കപ്പ് വെള്ളം ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഈ 4 കപ്പ് വെള്ളം നമ്മൾ അതിനെ തിളയ്ക്കാൻ അനുവദിക്കുക. പിന്നെ 1 സ്പൂൺ ഉപ്പും കൂടി ചേർക്കുക കേട്ടോ. ഈ ഉപ്പ് ചേർക്കുന്നത് അതിൻ്റെ ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ഒരു കപ്പ് ഷുഗറാണ് ഞാൻ ചേർക്കുന്നത്. അതായത് വെള്ളം തിളച്ചിട്ട് അതിൻ്റെ ഷുഗർ ഇട്ട് അതിനെ മെൽറ്റ് ചെയ്യിച്ചിട്ട് എന്നാൽ തിളപ്പിച്ച് വെക്കുക. പിന്നെ ഈ മിക്സിലിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന റവ ചെറുതായിട്ട് ചേർക്കുക കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് തന്നെ. അതിനെ ഇങ്ങനെ ഒന്ന് കുഴച്ച് റെഡിയാക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ. അതിരുന്ന് വേവാൻ വേണ്ടിയിട്ടാണേ. ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി സമയം എടുക്കുമെങ്കിൽ ഇത് എളുപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളി വെക്കുന്ന ഒരു മിക്സ് ഉണ്ടാക്കണം. ഒരു തേങ്ങയുടെയും ഏലക്കയുടെയും ചെറിയ ഉപ്പും പഞ്ചസാരയും ഇട്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു 8 ഏലക്ക എടുക്കുക. പിന്നെ 1 കപ്പ് ഷുഗർ എടുക്കുക കേട്ടോ. ഇതിനെ നല്ലപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ഈ റവയുടെ മിക്സ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ഒരു കുഴയ്ക്കാൻ പറ്റുന്നൊരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ മെയിൻ പരിപാടി ഇതിനകത്ത് കേട്ടോ. അതിനെ ഒന്ന് കുഴച്ച് ഒരു റൗണ്ട് ഷേപ്പിലാക്കാൻ പറ്റുന്ന പാകത്തിൽ അതിനെ ഇങ്ങനെ വേവിച്ചെടുക്കുക. ഇപ്പോൾ മറ്റൊരു പാത്രത്തിൽ നമ്മൾ ഒരു 3 കപ്പ് തേങ്ങയും വറുത്തെടുക്കണമേ. കുറച്ച് നേരം അതിനെ വറുത്തെടുക്കണം. എന്നിട്ട് ഈ മിക്സിലോട്ടാണ് നമ്മൾ ഈ ഏലക്കയും ഷുഗറും ചേർത്ത് വെച്ച മിക്സ് അതിനകത്തിട്ട് ഇളക്കണം കേട്ടോ. ഇതിനെ ഇങ്ങനെ കുറേ നേരം ഇളക്കി കൊടുക്കണം, ഒരു ഡ്രൈ പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതിങ്ങനെ അകത്ത് ഫില്ല് ചെയ്യാനുള്ള മിക്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മളിതിനെ ചെറിയ ഉരുളകളാക്കി എന്നിട്ട് നമ്മുടെ കോക്കനട്ട് മിക്സ് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ചെയ്യണം. ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാടുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി നെയ്യൊക്കെ പരട്ടിയാൽ നമുക്ക് ഇന്ന് നല്ല ഷേപ്പാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതിനെ നമ്മൾ ഇനി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ സ്വീറ്റിനെ എല്ലാത്തിനെയും നമ്മളിനി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ മാത്രമേ അത് ഫൈനൽ അതിൻ്റെ ഒരു കംപ്ലീഷൻ ആവത്തുള്ളൂ. കാരണം നമുക്ക് ഇങ്ങനെ തിന്നാൻ പറ്റത്തില്ല, നമ്മൾ ഫ്രൈ ചെയ്താണ് കഴിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഗുജിയ എന്ന് പറയുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയുടെയാണ് കേട്ടോ. അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്, എന്നാലും ഒരു ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടായിരിക്കുന്നത്. പക്ഷേ ഷേപ്പൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതേ ഉള്ളൂ. അത് കഴിച്ച ഒരു സെയിം ഫീലിംഗ് എനിക്കിത് കഴിച്ചപ്പോഴും തോന്നിയിട്ടുള്ളത്. സ്വീറ്റ് ഗുജിയ. അങ്ങനെ നമ്മുടെ ഇതെല്ലാം ഒരു ഷേപ്പിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി കിട്ടും കേട്ടോ. ഇത് കുറച്ച് മാത്രമേ ഇത് കാണിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അതിനെ എണ്ണയിലിട്ട് നല്ലപോലെ വറുത്തെടുക്കുക കേട്ടോ. ഇത് അത്ര എണ്ണ കുടിക്കത്തൊന്നുമില്ല.
പിന്നെ ഒരു വെറൈറ്റി സ്വീറ്റ് റെസിപ്പി ഒക്കെ ആവശ്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ നമ്മുടെ ഗുജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതായത് ഗോൾഡൻ കളറൊക്കെ ആക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രൈ ചെയ്യുന്നത് മാറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ടേസ്റ്റി റവ വെച്ചുണ്ടാക്കുന്ന ഒരു നല്ല സ്വീറ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ.